ഹായ്, വെൽക്കം ബാക്ക് ടു സുദീപ്സ് ഇംഗ്ലീഷ് കൗൺസിൽ. ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന പ്രിപ്പോസിഷനായ ഓണിനെ പറ്റിയാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ എവിടെയൊക്കെയാണ് ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ടത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പം ഇൻ അറ്റ് പോലെ തന്നെ ഒരുപാട് ഉപയോഗങ്ങളുള്ള നമ്മുടെ പ്രിപ്പോസിഷനാണ് ഓണും. ഈ 3 പ്രിപ്പോസിഷൻസ് ആണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗങ്ങളുള്ളത്: അറ്റ്, ഇൻ, ഓൺ. നമ്മളിതിനകത്ത് അറ്റ് ഇൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം ഓൺ. ഓക്കെ, അപ്പം ഓൺ എന്ന് പറയുമ്പോൾ ജനറലി നമ്മൾ അറ്റാണെങ്കിലും ഇന്നാണെങ്കിലും ഇൽ എന്ന് പറയാൻ വേണ്ടിയാണ് ജനറലി ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. പക്ഷെ ഓണിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു സിംഗിൾ യൂസേജ് ആയിട്ട് പറയാൻ സാധിക്കില്ല. നമുക്ക് ഓണിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ ഒരു കാര്യത്തിന് മുകളിൽ എന്നായിരിക്കും, ചിലപ്പം മേൽ എന്നൊരു നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു വാക്കിന് പകരമായിരിക്കും. അങ്ങനെ കുറേ ഉപയോഗങ്ങൾ നമുക്ക് ഓരോന്നും ഓരോ സിറ്റുവേഷൻ വൈസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ സിറ്റുവേഷൻ, ഏറ്റവും പ്രൈമറിലി ഉള്ളൊരു സിറ്റുവേഷനാണ് ടു എക്സ്പ്രസ് സർഫേസ് ഓഫ് സംതിങ്. ടു എക്സ്പ്രസ് സർഫേസ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ മുകളിലാണെന്ന് പറയാൻ വേണ്ടി, മുകളിൽ, മലയാളത്തിൽ പറയുമ്പോൾ മുകളിൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഓൺ ആണ്. The books are on the table. The books are on the table എന്ന് പറയുമ്പോൾ എന്താണ്? ബുക്കുകൾ ടേബിളിന്റെ മുകൾ ഭാഗത്താണ് അല്ലെങ്കിൽ മുകളിലാണ്. ടേബിളിന്റെ മുകളിലാണ് ബുക്കുകൾ ഇരിക്കുന്നത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം the books are on the table എന്നാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, the books are on the table എന്ന് പറയുമ്പോൾ ബുക്കുകൾ ടേബിളിന്റെ മുകളിലാണെന്ന്. ഇനിയുള്ള സെക്കൻഡ് സിറ്റുവേഷൻ ആണ് say somebody works outside a building. ഒരാൾ ജോലി ചെയ്യുന്നത് ഒരു ബിൽഡിങ്ങിന്റെ പുറത്താണെങ്കിൽ, ബിൽഡിങ്ങിന്റെ പുറത്തെന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലം ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കേണ്ടത് ഇന്നാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഹി വർക്ക്സ് ഇൻ എ ബാങ്ക് എന്നാണ് പറയുന്നത്. കാരണം ബാങ്ക് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആവുമ്പോൾ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ്. അങ്ങനെ ഒരു ബിൽഡിങ്ങിനകത്തുള്ള ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മളത് പറയേണ്ടത് എങ്ങനെയാണ്? ഹി വർക്ക്സ് ഇൻ എ ബാങ്ക് എന്നാണ് അല്ലെ. ഹി വർക്ക്സ് ഇൻ എ ബാങ്ക് എന്നാണ്. അവൻ ജോലി ചെയ്യുന്നത് ബാങ്കിലാണ് എന്ന് പറയുമ്പം ഇന്നാണ് ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥലം ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലല്ല, ഒരു സ്ഥാപനം ബിൽഡിങ്ങിന്റെ ഉള്ളിലല്ലാത്തൊരു സ്ഥാപനത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ, ഒരു ബിൽഡിംഗ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥാപനത്തിനാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അപ്പോൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷനായ ഓൺ ആണ്. ഓക്കെ, അപ്പം ഔട്ട്സൈഡ് എ ബിൽഡിംഗ്, അതാണ് ഞാൻ ഔട്ട്സൈഡ് എ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത്, ഒരു ബിൽഡിങ്ങിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ലത്. മൈ ഫാദർ വർക്ക്സ് ഓൺ എ പെട്രോൾ പമ്പ്. എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് പെട്രോൾ പമ്പിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ പെട്രോൾ പമ്പിൽ ഇൽ എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഓൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ട് ഇൻ ഉപയോഗിക്കുന്നില്ല? കാരണം പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് അല്ല. പെട്രോൾ പമ്പ് അതിൻ്റെ ഒരു ഓഫീസ് ഏരിയ മാത്രമൊക്കെ നമുക്ക് ബിൽഡിംഗ് ആയിട്ട് കാണും. മുമ്പിൽ പെട്രോൾ പമ്പ്, കുറെ സ്പേസ്, വണ്ടികൾ, അങ്ങനെ കുറെ ഒരു യൂണിറ്റ് ആണ് അല്ലെ. നമ്മുടെ ഒരു കുറെ ഒരു ഓപ്പൺ സ്പേസും എല്ലാം കൂടെ കൂടുന്നതാണ് ഒരു പെട്രോൾ പമ്പ്. നമ്മുടെ പെട്രോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ മെഷീൻസ് ഒക്കെ വെച്ചേക്കുന്ന പുറത്താണ് അല്ലെ. അപ്പൊ ഒരു ബിൽഡിംഗ് അല്ല പെട്രോൾ പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരു കാര്യത്തിൽ ജോലി ചെയ്യുന്നു, അതൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട ഓൺ ആണെന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ മൈ ഫാദർ വർക്ക്സ് ഓൺ എ പെട്രോൾ പമ്പ് എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടി, എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അതേ സമയത്ത് ഒരു ഫാം എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ആണോ? അല്ല. ഒരു ഫാം എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ആണോ? നമുക്ക് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ മൈ ഫാദർ വർക്ക്സ് ഓൺ എ ഫാം എന്ന് വേണം പറയാൻ. ഒരു ബിൽഡിംഗ് അല്ലാത്ത സ്ഥാപനങ്ങളിലാണ് ആരെങ്കിലും ജോലി ചെയ്യുന്നതെങ്കിൽ ആ ജോലി സ്ഥലം പറയാൻ വേണ്ടി ഇൽ എന്ന് പറയാൻ വേണ്ടി ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ മൈ ഫാദർ വർക്ക്സ് അല്ലെങ്കിൽ മൈ ബ്രദർ വർക്ക്സ് ഓൺ ആൻ എസ്റ്റേറ്റ്. എൻ്റെ ബ്രദർ ജോലി ചെയ്യുന്നത് ഒരു എസ്റ്റേറ്റിലാണ്. അപ്പൊ എസ്റ്റേറ്റിൽ എന്ന് പറയാൻ വേണ്ടി ഇൻ ദ എസ്റ്റേറ്റ് അല്ല, ഇന്നല്ല, ഓൺ ആണ്. ഓൺ എസ്റ്റേറ്റ് എന്ന് വേണം പറയാൻ. മൈ ബ്രദർ വർക്ക്സ് ഓൺ ആൻ എസ്റ്റേറ്റ് എന്ന് വേണം പറയാൻ വേണ്ടി. കാരണം ഇതൊരു ബിൽഡിംഗ് അല്ല, ബിൽഡിങ്ങിന്റെ പുറത്താണ് ജോലി. ഓക്കെ, ബിൽഡിങ്ങിന്റെ അകത്താണെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുക ഇന്ന്. ബാങ്ക് പോലെ, സ്കൂള് പോലെ എന്തെങ്കിലും ഒരു സ്ഥാപനം ഒരു ബിൽഡിങ്ങിനകത്ത് ഒതുങ്ങിക്കൂടുന്ന സ്ഥാപനമാണെങ്കിൽ ഇന്ന് പറയുക, നമ്മുടെ ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി. അത് ഞാൻ ജോലി ചെയ്യുന്നതാണെങ്കിലും വേറൊരാൾ ജോലി ചെയ്യുന്നതാണെങ്കിലും. അതേ സമയത്ത് ഒരു ബിൽഡിങ്ങിന് പുറത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഓൺ ഉപയോഗിക്കുക. ഇതോടെ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകണം. അതാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. കാരണം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഇതൊക്കെ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളതും കൊണ്ട് നമുക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്ന
സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ ഓരോ പ്രൊപ്പോസിഷൻ പഠിക്കുമ്പോഴും സാഹചര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ് ഇൻഡിക്കേറ്റ് ഡിവൈസ് ആൻഡ് മെഷീൻസ്. ഡിവൈസ് മെഷീൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഫോണോ ലാപ്ടോപ്പോ ഇങ്ങനത്തെ ഡിവൈസുകളോ അല്ലെങ്കിൽ ഒരു മെഷീനിലൊക്കെ നമ്മൾ ജോലി ചെയ്യുമെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ അകത്തേലാണ്, ഏൽ മേൽ എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഓൺ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹീസ് ഓൺ ദ ഫോൺ റൈറ്റ് നോ. അവൻ എന്ത് ചെയ്യും? അവൻ ഫോണിലുണ്ട്. അവൻ രാവിലെ തൊട്ട് ഫോണും കളിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ പിള്ളേരെ പറ്റിയൊക്കെ പറയാറില്ലേ, ഫുൾ ടൈം ഫോണില്ല എന്നൊക്കെ പറയില്ലേ. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നത് ഫോണിലാണ്, ഫോണിന്മേലാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാപ്ടോപ്പിന്മേലാണ്, ടിവിയിലാണ്. അപ്പം ഹീസ് ഓൺ ദ ഫോൺ റൈറ്റ് നൗ. റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഈ നിമിഷത്തിൽ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഈ റൈറ്റ് നൗ ഇല്ലെങ്കിൽ ഹീസ് ഓൺ ദ ഫോൺ എന്നൊരു സെന്റൻസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതിന്റെ അർത്ഥം അവൻ ഫോണിലാണ് ഈ നിമിഷം എന്നാണ് റൈറ്റ് നൗ എന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇനി റൈറ്റ് നൗ ഇല്ലെങ്കിൽ ഹീസ് ഓൺ ദ ഫോൺ, അവൻ ഫോണിലാണ്. ഇനിയും ഹീസ് ഓൺ ദ ടി വി എന്നാണെങ്കിലോ അവൻ ടി വിയിലാണ്. ഹീസ് ഓൺ ദ ലാപ്ടോപ്പ്, അവൻ ലാപ്ടോപ്പിലാണ്. ഫുൾ ടൈം ലാപ്ടോപ്പും വെച്ചുകൊണ്ട് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്ന അർത്ഥത്തിലാണ് നമ്മൾ അതിന്റെ മേളിലാണെന്ന് പറയുന്നത്. ഓക്കെ, നോർമലി. നെക്സ്റ്റ്, ടു ഇൻഡിക്കേറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരഭാഗങ്ങളിൽ എന്തെങ്കിലും, അപ്പൊ നമ്മുടെ കവിളിന്മേൽ അല്ലെങ്കിൽ മുഖത്തേൽ, കയ്യേൽ, ഷോൾഡറേൽ എന്നൊക്കെ പറയാൻ വേണ്ടി ആ ഏൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കും ഏത്? ഓൺ തന്നെയാണ്. ഹി കിസ്ഡ് ഓൺ മൈ ചീക്ക്. അവൻ എൻ്റെ കവിളത്ത് ചുംബിച്ചു എന്ന് പറയുമ്പം ഓൺ മൈ ചീക്ക് എന്നാണ്. അപ്പം കവിളിന്മേൽ അല്ലെങ്കിൽ കവിളത്ത് എന്ന് പറയുമ്പം ആ കവിൾ എന്ന് പറഞ്ഞാൽ ചീക്കും, ഇവിടെ മൈ ചീക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നാണ് അർത്ഥം. എൻ്റെ കവിളിന്മേൽ, എൻ്റെ കവിളിന്മേൽ എന്ന് പറയുമ്പം, അപ്പോൾ കവിളിന്മേൽ എന്നൊക്കെ പറയുമ്പം ഓൺ ചീക്ക് എന്നാണ് പറയേണ്ടത്, കവിളിന്മേൽ. അല്ലെങ്കിൽ ഹി സ്ലാപ്ഡ് ഓൺ മൈ ഫേസ്. അവനെൻ്റെ മുഖത്ത് അടിച്ചു എന്നാണ് പറയേണ്ടതെങ്കിൽ അവൻ്റെ മുഖത്തിനിട്ട് അടിച്ചു. അപ്പം മുഖത്തിനിട്ട്, അപ്പം അങ്ങനെ ആ ഒരു അവിടെ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ശരീരഭാഗങ്ങളിൽ എന്തെങ്കിലും പറ്റി, എൻ്റെ കയ്യേൽ, കാലേൽ അങ്ങനെയൊക്കെ പറയുമ്പം. ഓക്കെ, അപ്പം ദ സ്നേക്ക് ബിറ്റ് ഓൺ മൈ ലെഗ്. പാമ്പ് എൻ്റെ കാലേൽ കടിച്ചു, അതുപോലെ. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് സംതിങ്, അതാണ് അഞ്ചാമത്തെ സിറ്റുവേഷൻ. സ്റ്റേറ്റ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ഇതിൽ കൂടെ പറയുന്നത്. അവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദ മൊബൈൽസ് ആർ ഓൺ സെയിൽ. മൊബൈലുകൾ സെയിലിലാണ്, സെയിലിൽ ആണ്. അപ്പം മൊബൈലുകൾ വിൽക്കാൻ വെച്ചേക്കുവാണ് എന്നാണ്. ആണെന്ന് പറയാൻ വേണ്ടി ആറാണ് ഉപയോഗിക്കുന്നത്, നമുക്കറിയാലോ. അപ്പം സെയിലിൽ, സെയിലിൽ എന്ന് പറയാൻ വേണ്ടി ഇവിടെ ഓണാണ് ഉപയോഗിക്കേണ്ടത്. എന്തെങ്കിലും ഒരു സാധനം വിൽപ്പനയിൽ വെച്ചേക്കുവാണെങ്കിലും, ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും കടം കൊടുത്തേക്കുവാണെങ്കിലും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുന്നതാണത്. കാരണം ഈ മൊബൈൽസ് എപ്പോഴും സെയിലല്ല, ഇപ്പോൾ സെയിലാണ്. അല്ലെങ്കിൽ ഒരു, അപ്പം അങ്ങനെ ചില എപ്പോഴും അല്ലാത്ത ചില കാര്യങ്ങളുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ പറയുന്നതിന് വേണ്ടി ഓൺ ഉപയോഗിക്കാം. ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ദ ലൈബ്രറി ബുക്ക് ഈസ് കറന്റ്ലി ഓൺ ലോൺ. ഞാൻ ലൈബ്രറിയിൽ ഒരു ബുക്ക് അന്വേഷിച്ചു പോയി. അപ്പോൾ അവർ പറഞ്ഞു ഈ ബുക്ക് ഇപ്പോൾ ലോണിലാണ്. ദ ലൈബ്രറി ബുക്ക് ഈസ് കറന്റ്ലി ഓൺ ലോൺ. കറന്റ്ലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഈ നിമിഷം എന്നാണ് അർത്ഥം. കറന്റ്ലിയുടെ അർത്ഥം ഇപ്പോൾ എന്നാണ്. ഓക്കെ, അപ്പം ദ ലൈബ്രറി ബുക്ക് ഈസ് കറന്റ്ലി ഓൺ ലോൺ. ഈ ലൈബ്രറി ബുക്ക് ഇപ്പോൾ ലോണിലാണ്. ലോണിലാണെന്ന് പറഞ്ഞാൽ ആരോ കടം മേടിച്ചുകൊണ്ട് കൊണ്ടുപോയിക്കുവാണെന്നാണ് പറയുന്നത്. ആരോ വായിക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് പോയി തിരിച്ചെത്തിയിട്ടില്ല. അപ്പം ബുക്ക് ഈസ് ഓൺ ലോൺ. അപ്പം ലോണിൽ അല്ലെങ്കിൽ കടത്തിൽ ആരും മേടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത്. അപ്പം ലോണിൽ എന്ന് പറയാൻ വേണ്ടി ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം ആ ബുക്കിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഈ ഓൺ പറയുന്നത്. ഓക്കെ, അതാണ് സ്റ്റേറ്റ് ഓഫ് സംതിങ്, ഒരു സംഭവത്തിന്റെ അവസ്ഥ. ഓക്കെ, നമ്പേഴ്സ്. ഇനി നമ്പർ ഓഫ് ബിൽഡിങ്സ് ഓർ ഫ്ലോർസ്. ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, ഒരു അപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അപ്പം അതിന്റെ ഒരു ഫ്ലോറിന്റെ എണ്ണം പറയാൻ വേണ്ടി, എത്രാം നിലയാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ തന്നെയാണ്. ദ ബാങ്ക് ഈസ് ഓൺ ദി ഫസ്റ്റ് ഫ്ലോർ. ബാങ്ക് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പൊ ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് പറയാൻ വേണ്ടി, ഇൽ എന്ന് പറയാൻ വേണ്ടി നമ്മളിവിടെ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, അറ്റ് ദ ഫസ്റ്റ് ഫ്ലോറും അല്ല, ഓൺ ദി ഫസ്റ്റ് ഫ്ലോർ എന്നാണ് പറയേണ്ടത്. ഒന്നാം നിലയിൽ. അങ്ങനെ നിലകളുടെ, ബിൽഡിങ്ങുകളുടെ പേരൊക്കെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഗ്രൗണ്ട് എന്നൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട ഓൺ ആണ്. ദ ബാങ്ക് ഈസ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. ദ ഹൗസ്, മൈ ഹൗസ് ഇസ് ഇൻ ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ഓൺ ദി ഫസ്റ്റ് ഫ്ലോർ, ഓൺ ദി സെക്കൻഡ് ഫ്ലോർ, ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ. എപ്പോഴും ഫ്ലോറുകൾ ഒക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഓൺ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഓണിന്റെ ഉപയോഗങ്ങൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഏതായാലും നമുക്ക് അത് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പഠിച്ച 6 കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നോക്കിയത് ടു എക്സ്പ്രസ്
സർഫസ് ഓഫ് സംതിങ്, ഒരു സംഭവത്തിന്റെ മുകളിൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും ഓൺ. ദ ബുക്സ് ആർ ഓൺ ദി ടേബിൾ. അതുപോലെ തന്നെ സേ സംബഡി വർക്ക്സ് ഔട്ട്സൈഡ് എ ബിൽഡിംഗ്, ആരെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് ഒരു ജോലി ചെയ്യുന്നത്, ഒരു ബിൽഡിംഗ്, ആ പ്രസ്ഥാനം ഒരു ബിൽഡിംഗ് അല്ല, ബിൽഡിങ്ങിന്റെ പുറത്തും കൂടെ ഉള്ളൊരു പ്രസ്ഥാനമാണെങ്കിൽ, എസ്റ്റേറ്റ് പോലെ, പെട്രോൾ പമ്പ് പോലെ, റെയിൽവേ സ്റ്റേഷൻ പോലൊക്കെ. അടുത്ത ഇൻഡിക്കേറ്റ് ഡിവൈസ് ആൻഡ് മെഷീൻ, ഒരു ഡിവൈസോ മെഷീനോ പറയാൻ വേണ്ടി, അവൻ ഫോണിലാണ്, ലാപ്പിലാണ്, അപ്പോൾ ഓൺ ദി ഫോൺ, അങ്ങനെയൊക്കെ. അതുപോലെ പാർട്സ് ഓഫ് ദി ബോഡി, കവിളൽ, നമ്മുടെ കയ്യേൽ, കാലേൽ എന്നൊക്കെ പറയാൻ വേണ്ടി ഓൺ ദി ലെഗ്, ഓൺ ദി ചീക്ക്, അങ്ങനെ നമുക്ക് പറയാം, ഓൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു അവസ്ഥ, ഓൺ സെയിൽ, ഓൺ ലോസ്, ബിസിനസ് ഈസ് ഓൺ ലോസ്, എന്റെ ബിസിനസ് നഷ്ടത്തിലാണ്, അപ്പൊ ഞാൻ എന്റെ ബിസിനസ് ഈസ് ഓൺ ലോസ് എന്ന് വേണം പറയാൻ വേണ്ടി. ഓക്കെ, അവസ്ഥയാണ് പറയുന്നത്, കറന്റ്ലി ഉള്ള അവസ്ഥ. അതുപോലെ തന്നെ ലൈബ്രറി ബുക്ക് ഇപ്പോൾ ലോണിലാണ്, അവസ്ഥയാണ് പറയുന്നത്. നമ്പർ ഓഫ് ബിൽഡിംഗ് ഫ്ലോർ, ബിൽഡിങ്ങിന്റെ ഫ്ലോറിന്റെ ഒക്കെ നമ്പർ പറയാൻ വേണ്ടി. ഇതാണ് നമ്മൾ നോക്കിയ ഒരു ബേസിക് ആയിട്ടുള്ള 6 ഉപയോഗം. നമുക്ക് അടുത്ത നെക്സ്റ്റ് ബാക്കിയുള്ള ഉപയോഗങ്ങളും കൂടെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ നമുക്കിനി കണ്ടിന്യൂവേഷൻ നോക്കാം. 6ാമത്തെ സിറ്റുവേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണ്. ഇൻഡിക്കേറ്റ് ട്രാവൽ ആണ്, യാത്ര. നമ്മൾ യാത്ര ചെയ്യുന്നത് 2 രീതിയിലാണെങ്കിൽ എപ്പോഴും ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. നോർമലി നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു കാറിൽ പോകുന്നെങ്കിൽ ബൈ കാർ എന്നാണ് പറയേണ്ടത്. ട്രെയിനിലാണെങ്കിൽ ബൈ ട്രെയിൻ എന്ന്, ബസ്സിലാണെങ്കിൽ ബൈ ബസ്, ഐ ഗോ ബൈ ബസ്. ബൈ ബസ് എന്നാണ് ഉപയോഗിക്കുന്നത്, ബസ്സിൽ എന്ന് പറയാൻ വേണ്ടി ബൈ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ 2 കാര്യങ്ങൾക്ക് ഈ ബൈ ഉപയോഗിക്കാതെ ബൈക്ക് പകരം ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. അത് സാഹചര്യം ഒന്നാണ്, നമ്മൾ നടന്നു പോകുമ്പം ഓൺ ഫുട്ട് എന്നാണ് പറയേണ്ടത്. ഷീ ഗോസ് ടു സ്കൂൾ ഓൺ ഫുട്ട്, അവൾ സ്കൂളിൽ നടന്നാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നടന്ന് എന്ന് പറയുമ്പം ബൈ ഫുട്ട് എന്ന് പറയില്ല, ഓൺ ഫുട്ട് എന്ന് വേണം പറയാൻ വേണ്ടി. എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ നടക്കുവാണ്, അപ്പൊ ഞാൻ ഐ കെയിം ബൈ വാക്ക് എന്ന് ഞാൻ പറയില്ല, അല്ല ഐ കെയിം ബൈ ഫുട്ട് എന്ന് ഞാൻ പറയില്ല, ഐ കെയിം ഓൺ ഫുട്ട് എന്ന് വേണം പറയാൻ. എപ്പോഴും നടന്നാണ് വരുന്നതെങ്കിൽ ഓൺ ഫുട്ട് എന്നുള്ള യൂസേജ് ആണ് ഉപയോഗിക്കേണ്ടത്, ബൈ പാടില്ല, ഓർക്കുക. ബൈക്ക് പകരം ഓൺ വരും. അതുപോലെ വരുന്ന വേറൊരു സാഹചര്യമാണ് ബൈക്ക്. 2 വീലറിലൊക്കെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിലും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഓൺ ആയിരിക്കും. ഹി ഗോസ് ടു സ്കൂൾ ഓൺ ബൈക്ക് ആണ്. ഹി ഗോസ് ടു സ്കൂൾ ഓൺ ബൈക്ക്, നമ്മൾ ബൈ ബൈക്ക് എന്നല്ല പറയുന്നത്, ഹി ഗോസ് ടു സ്കൂൾ ഓൺ ബൈക്ക് എന്നാണ് പറയുന്നത്. 2 വീലർ ആണെങ്കിൽ അത് ബൈക്ക് ആകാം, സൈക്കിൾ ആകാം, ഏതാണെങ്കിലും എപ്പോഴും ഉപയോഗിക്കേണ്ട ഓൺ ബൈക്ക്, ഓൺ ബൈസിക്കിൾ, ഓൺ ബൈക്ക് എന്നൊക്കെയാണ്. ഓക്കെ, നോർമലി ഇത് രണ്ടുമാണ് നിങ്ങൾ ആദ്യം അറിയേണ്ട മെയിൻ യൂസേജുകൾ. ഇനി ഇത് നോർമൽ ആയിട്ടുള്ള ട്രാവലാണ്, നോർമൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, നോർമൽ ആയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളായിരുന്നു. ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സ്പെസിഫിക്. സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടല്ല, ഒരു ഇന്ന വണ്ടി എന്ന് നമ്മൾ പറയുന്നത്. ഈ വണ്ടിക്ക് എന്തെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ കാണും. കോമൺ ആയിട്ട് ഏതോ ഒരു കാറിൽ പോയി, ഏതോ ഒരു ബൈക്കിൽ പോയി, ഏതോ ഒരു പ്ലെയിനിൽ പോയി എന്നല്ല, ഇന്ന കാറിൽ പോയി, ഇന്ന ബൈക്ക്, ഇന്ന ബസ്സിൽ പോയി, അങ്ങനെ നമ്മളൊരു ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുമ്പം നമുക്ക് ബൈക്ക് പകരമായിട്ട് ഉപയോഗിക്കേണ്ടത് ഓൺ ആണ്. സ്പെസിഫിക് ആകുമ്പോൾ, സ്പെസിഫിക് അല്ലെങ്കിൽ ബൈ ആണ് വരേണ്ടത്. ഓക്കെ, ടു റിപ്രസെന്റ് എ സ്പെസിഫിക് ബൈസിക്കിൾ, സ്പെസിഫിക് ആയിട്ടൊരു സൈക്കിൾ ആണെങ്കിലും, ബസ് ആണെങ്കിലും, ട്രെയിൻ ആണെങ്കിലും, ഷിപ്പ് ആണെങ്കിലും, പ്ലെയിൻ ആണെങ്കിലും, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. കുറച്ചുകൂടെ വലിയ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് ബസ്, കുറെ ആൾക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. ട്രെയിൻ ആണെങ്കിലും അതെ, ഷിപ്പ് ആണെങ്കിലും അതെ, പ്ലെയിൻ ആണെങ്കിലും അതെ. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻ ഓൺ ആണ്. സ്പെസിഫിക്, ഈ വാക്ക് എപ്പോഴും ഓർക്കുക, കാരണം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്പെസിഫിക് അല്ലെങ്കിൽ ഇന്ന കാറ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ. ഇതിപ്പം 2 സാഹചര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, ഐ വിൽ ഗോ ഓൺ ദ 7:30 ബസ്, ഞാൻ 7:30ക്കുള്ള ബസ്സിനാണ് പോകുന്നത്, അല്ലെ? അപ്പം ഞാൻ 7:30ക്കുള്ള ബസ്സിൽ പൊക്കോളാം എന്നാണ് പറയുന്നത്. ഐ വിൽ ഗോ, ഞാൻ 7:30ക്കുള്ള ബസ്സിൽ പൊക്കോളാം. അപ്പം അല്ലെങ്കിൽ ഞാൻ 7:30ക്കുള്ള ബസ്സിലാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ 7:30 ബസ് എന്ന് പറഞ്ഞാൽ 7:30ക്കുള്ള ബസ് ഒരെണ്ണമേ ഉള്ളൂ, അത് സ്പെസിഫിക് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഓൺ ആണ്. 7:30യുടെ ബസ്സിൽ എന്ന് പറയുമ്പോൾ ഓൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ സമയത്ത് ഇവിടെ ഈ 7:30 എന്ന് പറഞ്ഞൊരു ടൈം ഇല്ലെന്ന് കൂട്ടിക്കും, 7:30 എന്ന് പറഞ്ഞ ടൈം ഇല്ല. അപ്പൊ നമ്മൾ ഐ വിൽ ഗോ ഓൺ ദി ബസ് എന്നല്ല പറയുക, ഐ വിൽ ഗോ ബൈ ബസ് എന്ന് വേണം പറയാൻ. 7:30യുടെ ബസ് എന്ന് എടുത്ത് പറഞ്ഞും കൊണ്ടാണ് നമ്മളവിടെ ഓൺ വന്നേക്കുന്നത്. എടുത്ത് പറയുന്നില്ലെങ്കിൽ ബൈ, ഐ വിൽ ഗോ ബൈ ബസ് എന്ന് തന്നെയാണ് പറയേണ്ടത്. നമ്മൾ ബൈയുടെ യൂസേജുകൾ പഠിക്കുമ്പം നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ പഠിക്കും. എന്നാലും ഞാൻ ഇപ്പോൾ ഓവറോൾ ആയിട്ടൊന്ന് പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് സ്പെസിഫിക് ആയിട്ട് പറയുമ്പം ചില സാഹചര്യങ്ങളിൽ ഇന്നുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓർക്കുക, സ്പെസിഫിക്. കാരണം എന്താണ്? ഒരു ട്രെയിനോ ഷിപ്പോ പ്ലെയിനോ വന്നാലാണ്
സ്പെസിഫിക് ആണെങ്കിൽ ഓൺ ഉപയോഗിക്കണ്ടേ. ഇതേ സ്പെസിഫിക് ട്രാൻസ്പോർട്ടിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പം ഇന്ന വണ്ടിയിൽ നിന്ന് എടുത്തു പറയുന്ന ആ സ്പെസിഫിക് ട്രെയിനോ ഷിപ്പോ പ്ലെയിനോ അല്ല, പകരം ഒരു കാറോ ടാക്സിയോ വാനോ ലോറിയോ ആംബുലൻസോ ഇങ്ങനത്തെ ഏതെങ്കിലും പ്രൈവറ്റ് വണ്ടികളാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിന് പകരമായിട്ട് ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഐ ഗോ ഇൻ മൈ കാർ എന്നാണ് ഞാൻ പറയുന്നത്. ഐ ഗോ ഇൻ മൈ കാർ. കാരണം എന്തുകൊണ്ടാ? എൻ്റെ കാർ എന്ന് പറയുന്നത് കൊണ്ടാണ്. ഏതോ ഒരു വണ്ടിയല്ല, സ്പെസിഫിക് ആയിട്ട് എൻ്റെ വണ്ടി, മൈ കാർ എന്നാണ്. ഇവിടെ മൈ എന്നുള്ളൊരു വാക്ക്, എൻ്റെ എന്നൊരു വാക്കില്ലായിരുന്നെങ്കിലോ ഐ ഗോ ബൈ കാർ എന്നാണ് ഞാൻ പറയേണ്ടത്. ഇത് ഞാൻ പറയേണ്ടത് എങ്ങനെയാണ്? അപ്പം ഐ ഗോ ബൈ കാർ മതി. ഇവിടെ ഇന്നല്ല, ഇവിടെ ജസ്റ്റ് ബൈ ചേർക്കുക. ഐ ഗോ ബൈ കാർ എന്നാണ് പറയേണ്ടത്. ഞാൻ കാറിലാണ് യാത്ര ചെയ്യാറുള്ളത് എന്ന് പറയാൻ വേണ്ടി. പക്ഷെ അതേ സമയത്ത് ഞാൻ എൻ്റെ കാറിലാണ്. അപ്പൊ ഏതോ ഒരു കാറാണോ അത്? അല്ല, എൻ്റെ കാറാണ്. അപ്പം എടുത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ കാറൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഇൻ ഉപയോഗിക്കണം സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ. അതുപോലെ തന്നെ ഷീ കെയിം ഹിയർ ഇൻ ഹിസ് ടാക്സി. അവൾ ഇവിടെ വന്നത് അവൻ്റെ ടാക്സിയിലാണ്. അവൻ്റെ ടാക്സിയിലാണ്. അവൻ്റെ എന്ന് പറയുമ്പം ഹിസ്. ഇപ്പം അവൻ്റെ എന്ന് പറഞ്ഞും കൊണ്ടാണ് നമ്മളിവിടെ ഇൻ ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ടാക്സി ആണെങ്കിലോ ഷീ കെയിം ഹിയർ ബൈ ടാക്സി എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇന്നും ഹിസ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഷീ കെയിം ഹിയർ ബൈ ടാക്സി എന്ന് പറയുമ്പോൾ അവൾ ഇവിടെ വന്നത് ടാക്സിയിലാണ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ടാക്സി. പക്ഷേ അവൻ്റെ ടാക്സി സ്പെസിഫിക് ആയിട്ട് പറയുമ്പം ഇൻ ഉപയോഗിക്കണം. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെഷനാണ്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, നമ്മൾ യാത്ര ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മൾ ഓൺ ആയിരിക്കും ഉപയോഗിക്കേണ്ടേ. നടന്നു പോകുന്ന കാര്യങ്ങൾ പറയുമ്പം ഓൺ ഫുട്ട് എന്ന് വേണം പറയാൻ. ടൂ വീലർ ആണെങ്കിലും ഓൺ വേണം ഉപയോഗിക്കാൻ. ഓൺ ബൈക്ക് എന്നോ ഓൺ ബൈസിക്കിൾ എന്നോ വേണം ഉപയോഗിക്കാൻ വേണ്ടി. ഓക്കെ, സൈക്കിളോ ടൂ വീലർ 2 വീലറുള്ള ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഓൺ വേണം ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? സ്പെസിഫിക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. നമ്മൾ ഇന്ന വണ്ടിയിൽ നിന്ന് എടുത്തു പറയാൻ വേണ്ടി ബൈ ഉപയോഗിക്കുന്നതിന് പകരം ഒന്നെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഇന്ന്. ഓൺ ഉപയോഗിക്കുന്ന എപ്പോഴാണ്? നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു ട്രെയിനിലോ ഷിപ്പിലോ പ്ലെയിനിലോ ആണെങ്കിൽ. വലിയ പബ്ലിക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടുകളിലാണെങ്കിൽ ഓൺ ഉപയോഗിക്കുക. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ടാക്സി, വാൻ, ലോറി, കുറച്ചുകൂടി ചെറിയ വണ്ടികളിലാണെങ്കിൽ നമ്മൾ അതിന് മുമ്പിലായിട്ട് ഇൻ ഉപയോഗിക്കുക. ഓക്കെ, കാറിൽ എന്ന് പറയാൻ വേണ്ടി ഇൻ കാർ എന്നും ട്രെയിനിൽ എന്ന് പറയാൻ വേണ്ടി ഓൺ ട്രെയിൻ എന്നും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് നമുക്കിങ്ങനെ സ്പെസിഫിക് ആണെങ്കിൽ, നോർമലായിട്ടല്ല. ഇപ്പൊ 7:30 ബസ്, അതുപോലെ തന്നെ 8:30 ട്രെയിന് അല്ലെങ്കിൽ ഇന്ന ട്രെയിന് എടുത്തു പറയുമ്പോഴാണ് ഓൺ വരുന്നത്. നോർമലായിട്ട് ഞാൻ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബൈ ട്രെയിനാണ്. നമ്മൾ ബൈയുടെ ഉപയോഗം വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ പഠിക്കാതെ. ഏതായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കുന്ന ഓണിന്റെ അവസാനത്തെ ഉപയോഗമാണ്. ടു ഇൻഡിക്കേറ്റ് എ ടോപ്പിക്. ഒരു ടോപ്പിക്ക് പറയാൻ വേണ്ടി, ഇന്ന ടോപ്പിക്കിന്മേലാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓൺ തന്നെയാണ്. ഐ എം റൈറ്റിംഗ് എ ബുക്ക് ഓൺ ഇംഗ്ലീഷ് ഗ്രാമർ. ഞാനൊരു ബുക്ക് എഴുതുകയാണ് ഇംഗ്ലീഷ് ഗ്രാമറിന്മേൽ. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ മേളിലാണ് ഞാൻ ബുക്ക് എഴുതുന്നത്, അല്ലേ? അപ്പൊ ഏത് ടോപ്പിക്കാണ്? ഇംഗ്ലീഷ് ഗ്രാമർ ആണ് ടോപ്പിക്ക്. അപ്പം ഇങ്ങനത്തെ ടോപ്പിക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഞാനൊരു ബുക്ക് എഴുതുകയാണ് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ മേൽ. ഞാനൊരു നോവൽ എഴുതുകയാണ് ഒരു കോമഡി സബ്ജക്റ്റിന്റെ മേൽ. അപ്പോൾ ഐ എം റൈറ്റിംഗ് എ നോവൽ ഓൺ കോമഡി. ഓക്കെ, അതുപോലെ നമ്മളൊരു സബ്ജക്ട്, നമ്മളൊരു ടോപ്പിക്ക് പറയാൻ വേണ്ടി ടോപ്പിക്കിന്റെ മുമ്പിലായിട്ട് ഓൺ ഉപയോഗിക്കണം ഇങ്ങനെ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഓൺ ഒരുപാട് യൂസേജുകളുള്ള മറ്റൊരു പ്രിപ്പോസിഷൻ ആയിരുന്നു ഓൺ. എന്തായാലും ഇന്ന് ഉപയോഗിക്കുന്നത് മറ്റുപയോഗിക്കുന്നത് വെച്ച് നമുക്ക് നമ്പർ ഓഫ് യൂസേജുകൾ കുറവാണ് താനും. എന്നാൽ പോലും നമുക്ക് ഒരുപാട് യൂസേജുകളുണ്ട്. അപ്പൊ നമുക്ക് ഓൺ ഉപയോഗിക്കുന്ന കുറെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കി. തുടക്കം നമ്മൾ ആദ്യം നോക്കിയ സാഹചര്യമായിരുന്നു മുകളിൽ, അല്ലെ? മുകളിൽ, ഒരു കാര്യത്തിന്റെ മുകളിലാണെന്ന് പറയുമ്പോൾ ഓണാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ഫ്ലോറിന്റെ മുമ്പിൽ പറയുമ്പോൾ ഓണാണ് ഉപയോഗിക്കേണ്ടത്. ഒരു ടോപ്പിക് എഴുതുമ്പോൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇങ്ങനെ മൊത്തം നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മളൊരു 8-9 സിറ്റുവേഷൻസ് നോക്കി. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇൻ, അറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും ആ ക്ലാസ്സുകൾ കണ്ട് വളരെ കൃത്യമായിട്ട് പഠിച്ച് ബൈഹാർട്ട് ചെയ്യുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പ്രിപ്പോസിഷനായിട്ട് കാണാം. See you in the next class. Till then, bye.